ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനത്തിലേക്കാണ്. അതിമനോഹരമായ വഴികളാണ് അവിടേക്കുള്ള യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ചുറ്റുപാടും നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒത്തിരി കാഴ്ചകളുമുള്ള ഒരു യാത്രയായിരുന്നു തൃശ്ശൂരിൽ നിന്നും പെരിങ്ങോട്ടുകരയിലേക്ക് ഉണ്ടായിരുന്നത്. ഏകദേശം അരമണിക്കൂർ മാത്രമാണ് തൃശ്ശൂരിൽ നിന്നും ഇങ്ങോട്ടുള്ള യാത്ര. ഈ അമ്പലത്തിലേക്ക് പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു തവണയെങ്കിലും ഇവിടെ പോകണം. അത്ര ഭംഗിയുള്ള കാഴ്ചകളാണ് ആ അമ്പലത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. പോകുന്ന വഴിയിലെ ഒരു പൂരക്കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ വിഷ്ണുമായ ദേവസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ എത്തിയ പോലെ ഒരു കാഴ്ചയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചയാണ്. തൊട്ടിപ്പുറത്തുള്ളത് കലാമണ്ഡലം പോലെ തന്നെ വിവിധ തരത്തിലുള്ള കലാപരമായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുന്ന ഒരു കൂത്തരങ്ങാണ് ഇപ്പുറ സൈഡിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ പഠനത്തിനായി വരുന്നവർ നിരവധിയാണ്. നോക്കൂ, ഈ ശില്പങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അങ്ങ് തഞ്ചാവൂരിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ആളുകൾ കൂടി ഈ ശില്പങ്ങളുടെ ഉത്ഭവത്തിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശിവന്റെ പുത്രിയായിട്ടാണ് വിഷ്ണുമായെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഐതിഹ്യം പറയുന്നത് ജലന്ധരൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ വധത്തിനായി പിറവി കൊണ്ട ദേവിയാണ് വിഷ്ണുമായ എന്നാണ് അറിയപ്പെടുന്നത്. മഹിഷി. ഈ അമ്പലത്തിൻ്റെ ഉൾവശമാണ് നമ്മൾ കണ്ടിരിക്കേണ്ട മറ്റൊരു മായാജാലം. നോക്കൂ, ഒരു രാജകൊട്ടാരത്തിലേക്ക് കയറിയ പ്രതീതിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. കൊത്തുപണികളാൽ മനോഹരമാക്കിയിട്ടുള്ള ചുമരുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ അതേപോലെ തന്നെ ഒരുക്കിയിട്ടുള്ള മനോഹരമായ കാഴ്ചകളാണ് ഉള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. വിഷ്ണുമായയുടെ കഥയാണ് ഈ ചുമരിൽ പതിച്ചു വച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കി വച്ചിരിക്കുന്നത് വിഷ്ണുമായയുടെ കഥയാണ്. എങ്ങനെ അവതരിച്ചു എന്നുള്ളതിൻ്റെ കഥയാണ് നമ്മളിവിടെ കാണുന്നത്. കഥ മുഴുവനായി ഈ വീഡിയോയിൽ പറയാൻ സാധിക്കാത്തതുകൊണ്ട് താഴെ കമൻറ്റിൽ ഞാനിതിൻ്റെ കഥ വിവരിക്കാം. ഇത് പണ്ട് രാമൻ ലക്ഷ്മണനെ കൊന്നപ്പോൾ ആ വില്ലയെ അവതരിച്ചത് വിഷ്ണുമായ ആണെന്ന് വിശ്വസിക്കുന്നു. ശിവൻ്റെ പുത്രിയായിട്ടാണ് വിഷ്ണുമായ നമ്മൾ കാണുന്നത്. ഇത് ആ ദേവസ്ഥാനം കഴിഞ്ഞ് 300 മീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കൊത്തുപണികളാലും ശില്പവിദ്യയാലും അതിമനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. പറ്റുമെങ്കിൽ ഈ 2 ക്ഷേത്രങ്ങളും ഇതുവരെ കാണാത്തവർ ഒന്ന് പോയി കാണുക. ഒരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട നമ്മുടെ കേരളത്തിലെ 2 ക്ഷേത്രങ്ങളാണ് ഇവ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.